Good morning, my dear students. Today we are discussing about the topic constructors with default arguments. Constructors with default arguments. A default constructor is a constructor that either has no parameter or if it has parameter, all the parameters have default value. അതായത് default construction എന്ന് വെച്ചാൽ എന്താണ്? Constructors ഹാസ് നോ പാരാമീറ്റർ. അതാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നത്. അതായത് ടൈപ്സ് ഓഫ് പാരാമീറ്ററിൽ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടറിൽ ആദ്യത്തെ കൺസ്ട്രക്ടർ ആയിരുന്നു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ദെൻ രണ്ടാമത്തേതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് തേർഡ് വൺ കോപ്പി കൺസ്ട്രക്ടർ. അതിൽ നമ്മൾ പഠിച്ചു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ്, അതിൻ്റെ കൂട്ടത്തിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാകില്ല അല്ലേ. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൽ ഒന്നെങ്കിൽ അതിൽ പാരാമീറ്റേഴ്സ് ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരാമീറ്റർ ഉണ്ടാകാം, ഒന്നോ അതിലേതെങ്കിലോ പാരാമീറ്റർ ഉണ്ടാകാം, പക്ഷേ ഓൾ ദി പാരാമീറ്റേഴ്സ് ഹാവ് ഡിഫോൾട്ട് വാല്യൂ. എല്ലാ പാരാമീറ്റേഴ്സിനും ഒരു ഡിഫോൾട്ട് വാല്യൂ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ എൻ്റെ ക്ലാസ്സിൻ്റെ പേര് വോൾ എന്നാണെങ്കിൽ വോൾ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് അതൊരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ് ആണല്ലോ. ഇനി ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ അതൊരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കണം, ദാറ്റ് ഈസ് വോൾ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്, അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ വോൾ ബ്രാക്കറ്റിൽ ഡബിൾ ലെങ്ത് ഈക്വൽ ടു 0, ഡബിൾ ഹൈറ്റ് ഈക്വൽ ടു 10.5. അതിലൊരു ഡിഫോൾട്ടായിട്ട് വാല്യൂ ഞാൻ രണ്ട് ആർഗ്യുമെൻറ്റ്സിനും കൊടുത്തിരിക്കുകയാണ്. ലെങ്തിന് 0 എന്നും ഹൈറ്റിന് 10.5 എന്നും കൊടുത്തിരിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അതായത് ഒന്നെങ്കിൽ അതൊരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കണം, അതല്ല ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സിന് എന്തുണ്ടായിരിക്കണം? ഒരു ഡിഫോൾട്ട് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിന് പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഇഫ് നോ യൂസർ ഡിഫൈൻഡ് constructor exit for a class capital letter A and one is needed, the compiler implicitly declare a default parameter constructor A scope resolution operator ക്യാപിറ്റൽ ലെറ്റർ എ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്. അതായത് യൂസർ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ആ ക്ലാസ്സിൻ്റെ പേരാണ് എ എന്ന് വിചാരിക്കാം. ആ ക്ലാസ്സിൻ്റെ അകത്ത് യൂസർ ഒരു കൺസ്ട്രക്ടറെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അതായത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് എൻ്റെ ക്ലാസ്സിൻ്റെ പേരെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് എ ക്യാപിറ്റൽ ലെറ്റർ എ ബ്രാക്കറ്റ് ഓപ്പൺ, ഒന്നെങ്കിൽ ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടെങ്കിലേ എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു കൺസ്ട്രക്ടർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കൺസ്ട്രക്ടറിനെ യൂസർ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, ഇപ്പോൾ സപ്പോസ് കമ്പൈലർക്ക് ഒരു കൺസ്ട്രക്ടറിൻ്റെ ആവശ്യമുണ്ട്, ആ ക്ലാസ്സിൽ ഒരു കൺസ്ട്രക്ടർ കമ്പൈലർക്ക് ആവശ്യമുണ്ടെങ്കിൽ കമ്പൈലർ ഇംപ്ലിസിറ്റ്ലി അതൊരു ഡിക്ലെയർ ചെയ്യും, ഒരു ഡീഫോൾട്ട് പാരാമീറ്റർ ലെസ് കൺസ്ട്രക്ടർ. അതായത് എ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ capital letter A bracket open close. This constructor is an inline public member of its class. ആ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇൻലൈൻ പബ്ലിക് മെമ്പർ ഓഫ് ഇറ്റ്സ് ക്ലാസ്. ആ ക്ലാസ്സിൻ്റെ പബ്ലിക് മെമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസ്ട്രക്ടർ എപ്പോഴും ഡിക്ലെയർ ചെയ്യേണ്ടത് എവിടെയാണ്? പബ്ലിക് ആക്സസ് സ്പെസിഫയറിൻ്റെ അകത്തായിരിക്കണം അല്ലേ. ദി കമ്പൈലർ വിൽ ഇംപ്ലിസിറ്റ്ലി ഡിഫൈൻ എ scope resolution operator A of when the compiler use this constructor to create an object of a type A, the constructor will have no constructor initializer and a null body. അതായത് നമുക്കൊരു എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. Like all functions, a constructor can have default arguments. എല്ലാ ഫംഗ്ഷൻ പോലെ തന്നെ കൺസ്ട്രക്ടറിന് ഒരു ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് ഉണ്ടാകും. They are used to initialize member object. If default values are supplied, the trailing arguments can be omitted in the expression list of the constructor. Note that if a constructor has any argument that do not have default value, it is not a default constructor. ഇപ്പം നമ്മൾ വോൾ ബ്രാക്കറ്റ് ഓപ്പൺ ഡബിൾ ലെങ്ത് ഡബിൾ ഹൈറ്റ് എന്ന് മാത്രം കൊടുത്തിരിക്കുക. ഇതൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണോ? അല്ല, അതൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആകണമെങ്കിൽ അതിലുള്ള ആർഗ്യുമെൻറ്റ്സിന് നമ്മൾ ഡിഫോൾട്ടായിട്ടൊരു വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കണം. ദി ഫോളോയിങ് എക്സാമ്പിൾ ഡിഫൈൻ എ ക്ലാസ് വിത്ത് 1 കൺസ്ട്രക്ടർ ആൻഡ് 2 ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ക്ലാസ് എക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്, പബ്ലിക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര കൺസ്ട്രക്ടർ ഉണ്ട്?
എത്ര കൺസ്ട്രക്ടർ ഉണ്ട്? 1 2 3 3 കൺസ്ട്രക്ടറാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രക്ടർ ഏതാണ്? അതൊരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ് വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ്. രണ്ടാമത്തതോ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് 1 ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഓക്കെ, അപ്പം എക്സ് ഇൻറ്റ് ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ് ഏതെങ്കിലും ഒരു വേരിയബിൾ, അത് ഇൻറ്റ് ആ വേരിയബിളിന് എന്താണ് ഇൻറ്റിജറായിട്ട് കൊടുക്കുന്ന ആ ഡേറ്റയ്ക്ക് അല്ലെങ്കിൽ ആ വേരിയബിൾസിന് ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന വാല്യൂ ആണ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു വേരിയബിളേ ഉള്ളൂ, ആ വേരിയബിളിന് 0 എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എന്ത്? ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് 1 ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇനി എക്സ് ഇൻറ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആകണമെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ? ആർഗ്യുമെൻറ്റ്സിന് എല്ലാം ഡീഫോൾട്ട് വാല്യൂ കൊടുത്തിരിക്കണം. ഇവിടെ നമ്മൾ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻറ്റ് ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്റ്റ് ഒന്നെങ്കിൽ അതൊരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കണം, അതല്ലെങ്കിൽ പാരാമീറ്റർ കൊടുത്തിരിക്കുന്ന കൺസ്ട്രക്ടർ ആണെങ്കിൽ അതിന് ഡീഫോൾട്ടായിട്ടൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത് കൺസ്ട്രക്ടർ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി മെമ്പർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിഫോൾട്ട് വാല്യൂസ് നമ്മൾ പാസ് ചെയ്ത് വിടുകയാണ്, അതായത് ആർഗ്യുമെൻറ്റ്സിന് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ലെങ്ത് ഈക്വൽ ടു 0, ഹൈറ്റ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൺസ്ട്രക്ടറെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്നും ഒരു വാല്യൂസ് കൊടുത്തിരിക്കുന്നു. 0ക്ക് പകരം ഞാൻ കൊടുത്തു 10, ദെൻ 5 എന്നാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ ലെങ്തിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്തായിരുന്നു? 0 അല്ലേ? ആർഗ്യുമെൻറ്റ്സ്, അതായത് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് 0യുടെ സ്ഥാനത്തേക്ക് എന്ത് വരും? 10 വരും. അതേപോലെ ഹൈറ്റിൻ്റെ സ്ഥാനത്തേക്ക് 5ഉം വരും. എന്താണോ നമ്മൾ പാസ് ചെയ്യുന്നത് അതായിരിക്കും വരിക. അതാണ് പറയുന്നത് ഇസ് ഡിഫോൾട്ട് വാല്യൂസ് ആർ സപ്ലൈഡ്, ഇത് ട്രെയിലിംഗ് ആർഗ്യുമെൻറ്റ്സ് ക്യാൻ ബി ഓമിറ്റഡ് ഇൻ ദി എക്സ്പ്രഷൻ ലിസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ടർ. ഓക്കെ, ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡിഫോൾട്ട് വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിഫോൾട്ട് വാല്യൂസ് ഒമിറ്റ് ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.